സമയം അതിരാവിലെ 5:47 ജാർഖണ്ഡ് യാത്രയുടെ 3-ാം ദിവസം തുടങ്ങുന്നത്. കഴിഞ്ഞ ദിവസം രാജമുന്ദ്രി കഴിഞ്ഞ് വിശാഖപട്ടണം എത്തുന്നതിന് മുമ്പായിട്ടുള്ള ഒരു ടോൾ പ്ലാസയിലാണ് വണ്ടി ഒതുക്കി നമ്മൾ കിടന്നുറങ്ങിയത്. അതിരാവിലെ നമ്മൾ എണീറ്റ് നേരെ പോകുന്നത് ഡീസൽ അടിക്കാനായിട്ട് പമ്പിലോട്ടാണ്. ഈ റൂട്ടിൽ പോകുമ്പോൾ സ്ഥിരം ഡീസൽ അടിക്കുന്ന പമ്പാണ് അത്. കൂടാതെ നമുക്ക് കുളിക്കാനും ടോയ്ലറ്റിൽ പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെയുണ്ട്. ഏകദേശം ഇനി 30 കിലോമീറ്റർ ഉണ്ട് പമ്പിലോട്ട് എത്താൻ. രാവിലെ തന്നെ മഴ നല്ലപോലെ ചാറി പെയ്യുന്നുണ്ട്. ഈ കാലാവസ്ഥയിൽ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളെല്ലാം വളരെ മനോഹരമാണ്. ഒഡീഷ ഇതുപോലെ ഈ ടൈപ്പ് മല മുഴുവൻ ഇതായിരിക്കും, ഇതുപോലെ കാട് കയറി കിടക്കും. തമിഴ്നാട് ഇതിപ്പോ ആണെന്നില്ല, തമിഴ്നാട് കർണാടകത്തിലൊക്കെ പറഞ്ഞാൽ ഇങ്ങനത്തെ മല മുഴുവൻ മൊട്ടക്കൊന്നു പോലിരിക്കും, ഒരു പച്ചപ്പ് ഒറ്റ പോലും ചൂടായോണ്ടായിരിക്കും. എന്തോന്ന് പറഞ്ഞില്ലേ ഇപ്പൊ ഇങ്ങോട്ടെല്ലാം ഇങ്ങനെ നല്ല കാണാം. അടുത്ത് വിശാഖപട്ടണം എത്തുമ്പോഴത്തേലും അങ്ങോട്ടുള്ള ഒരു ഈ ഒഡീഷ ജാർഖണ്ഡ് ഒരു ഭൂപ്രകൃതി മഞ്ഞളതും നമ്മൾ ഡീസൽ അടിക്കുന്നത്. അതുപോലെ നമ്മൾ പമ്പിലെത്തി കേട്ടോ. നീ വരുമ്പോ കാണാം, അവർ പാലൊക്കെ ഇറങ്ങി വരുമ്പോ കാണാം ഒരു ഈ ഭാരത് പെട്രോളിയത്തിന് പമ്പ് വണ്ടിയുടെ ഒരു ലൊക്കേഷൻ പാലിച്ചു. പമ്പിൽ കയറി ഡീസൽ അടിക്കുന്നതിന് മുമ്പ് ലോറി പാർക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ കുളിച്ച് ഫ്രഷ് ആവാനാണ് പോയത്. ശേഷം ആദ്യം ആഡ് ബ്ലൂ ഫില്ലപ്പ് ചെയ്യാനാണ് വണ്ടി പിടിച്ചത്. 1 ലിറ്റർ ആഡ് ബ്ലൂവിന് 60 രൂപയാണ് ഇവിടത്തെ വില. ആഡ് ബ്ലൂ ഫുൾ ടാങ്ക് അടിച്ച ശേഷം നമ്മൾ ഡീസൽ അടിക്കാനായിട്ട് വണ്ടി പിടിച്ചു. 1 ലിറ്റർ ഡീസലിന് 96-90 പൈസയാണ് ആന്ധ്രാപ്രദേശിലെ ഇന്നത്തെ വില. ഫുൾ ടാങ്ക് ആവാൻ 194 ലിറ്റർ അടിക്കേണ്ടി വന്നു. 18,798 രൂപയാണ് ആയത്. പമ്പിൽ രാവിലെ പമ്പിൽ കയറി കുളിച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഡീസൽ ഫുൾ ടാങ്ക് അടിച്ച് ആഡ് ബ്ലൂ അടിച്ച് ഫുള്ള് റീസെറ്റ് ആയിട്ട് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങിയാണ്. ഇനിയിപ്പോ ഞാൻ പോണത് അണ്ണന്റെ വണ്ടി, വേറെണ്ണന്റെ വണ്ടിയിലാണ് ഇന്നത്തെ യാത്ര. അളിയന്റെ വണ്ടിയിൽ നിന്ന് ഇന്നത്തെ ദിവസത്തേക്ക് വേറെണ്ണന്റെ വണ്ടിയിലാണ്. നാളെ കൂടെ നാളെ അളിയന്റെ കൂടെ പുള്ളി എ സി കിട്ടു പോവാ. അളിയന്റെ വണ്ടി അളിയന്റെ വണ്ടി യാസി ഉണ്ടല്ലേ, അളിയന്റെ വണ്ടി യാസി ഉണ്ട്. അജുമതി അതെ ഗൈസ്. ഇപ്പൊ നമ്മള് 3-ാം ദിവസം ജാർഖണ്ഡിലോട്ട് യാത്ര തുടങ്ങി. സമയം ഇപ്പൊ ഏകദേശം 8:54 ആവുന്നു. അപ്പൊ ഇന്നത്തെ ദിവസം ഞാൻ വർണ്ണന്റെ കൂടെയാണ് യാത്ര ചെയ്യുന്നത്. അണ്ണൻ കൊല്ലം കടക്കൽ സ്വദേശിയാണ് വർണ്ണണ്ണായി. അപ്പൊ നമ്മളെല്ലാരും കൂടെ ഒരുമിച്ചാണ് അവിടെ നിന്ന് യാത്ര ഇറങ്ങിയത്. 5 വണ്ടികളുണ്ടായിരുന്നു. ഇപ്പൊ 5 വണ്ടിയുണ്ട്, പക്ഷെ 2 വണ്ടി വേറെ റൂട്ടാണല്ലോ, ബീഹാർ ആണല്ലേ. അവര് നമുക്ക് ഏകദേശം ഭുവനേശ്വർ വരെ നമ്മളെ കൂടെ തന്നെ ഉണ്ട്. അവര് ഇന്നും നാളെ അവര് നമ്മളെ കൂടെ തന്നെ കാണും. അത് കഴിഞ്ഞ് അവര് തിരിഞ്ഞു പോകുള്ളൂ. പിന്നെ മാറി നമ്മളെ കൂടെ അങ്ങ് വരെ കറക്റ്റ് ലൊക്കേഷൻ വരെ പോകുന്ന ഒരാളുണ്ട്, ഒരു ഇന്ത്യക്കാരൻ. അവൻ അങ്ങ് പറയില്ല, അവന്റെ വണ്ടിക്ക് എന്തോ ഒരു കംപ്ലൈന്റ് വന്നിട്ട് ആയിപ്പോയി. നാളെ ഓടിയെത്തും.